ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്നത്, അല്ല നബിയെ, ഒരാള് ഞങ്ങളിട്ടിക്ക് ഒരു വസ്തു കേട്ടിട്ടുണ്ടായെങ്കിൽ, ഉദാഹരണക്ക് ഇപ്പൊ ഞങ്ങൾ അവിടുത്തെ നിരക്കാരുടെ ആൾമാർ ഞങ്ങളിട്ടിക്ക് ഒരു വസ്തു കേട്ടിട്ടുണ്ടായെങ്കിൽ ഇല്ലാണ്ട് ചൊന്നിട്ടു ചൊല്ലോത്തീറ അത് ഇങ്ങനത്തെ ഉള്ള വസ്തു ഉണ്ടോ ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷമ്മ കേട്ടിട്ട് നിരക്കാരുടെ മാത്രം കേട്ടിട്ടുണ്ടായെങ്കിൽ ഇല്ലാണ്ട് ചൊന്നിട്ടു ചൊല്ലോത്തീറ അങ്ങനത്തെ വസ്തു ഏതെല്ലാം ഉണ്ടോ ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് കേട്ടിട്ട്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വസ്തു ആയിട്ട് പ്രധാനപ്പെട്ട 3 വസ്തുരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എണ്ണി ചൊല്ലി. ഒന്ന് തന്നി, രണ്ടാമത്തേത് തീ, മൂന്നാമത്തേത് ഉപ്പു. ഈ 3 വസ്തു നിരക്കാരുടെ മാത്രം കേട്ടിട്ടുണ്ടായെങ്കിൽ, ആരെങ്കിലും നിരട്ടിക്ക് അത്യാവശ്യമായിട്ട് കേട്ടിട്ടുണ്ടായെങ്കിൽ ഇല്ലാ ചെന്ന് ചൊല്ല തീരാ ചെന്നിട്ടായിട്ട്. ഇതേപോലെ മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് വയംനഊനൽ മാഊൻ ചൊന്നിട്ടു ഒരായത്തുണ്ട്. വയംനഊനൽ മാഊൻ അത് ഏത് സൂറത്തിലുള്ള ഒന്നുണ്ടാ കറക്റ്റ് അന്ന് കേൾക്കുള്ളൂ. വയംനഊനൽ മാഊൻ ഇദാ വഖഅത്തുൽ വാഖിഅ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഈ വയംനഊനൽ മാഊൻ ചെന്നെങ്കിൽ ഈ അതിൽ ചൊല്ലേ ഖിയാമത്ത് നാൾ വിശ്വാസമില്ലാത്ത ആൾമാരെ ലിസ്റ്റിംഗ് എണ്ണി ചൊല്ലേ വയംനഊനൽ മാഊൻ. അങ്ങനെ സിമ്പിളായ വിഷയത്തെ ഇല്ലാണ്ട് ചൊല്ലാറ് ചൊന്നിട്ടായിട്ട് ഗ്രൂപ്പാണ് ചൊല്ലി. സിമ്പിളായ വിഷയം, ചെറിയ ചെറിയ വിഷയത്തെ എന്നിട്ടും ഇല്ലാണ്ട് ചൊല്ലി ചില ആൾമാരുള്ളാറ് അതും ഖിയാമത്ത് നാൾ വിശ്വാസമില്ലാത്ത ആൾമാർ ചൊന്നിട്ടായിട്ട് അല്ലാഹു ചൊല്ലി. ഈ സിമ്പിളായ വിഷയം ചെന്നിട്ട് ഏത് ചൊന്നിട്ടു മുഫസ്സിരീങ്ങൾ ചൊല്ലേ. ഒന്ന് പിക്കാസ്, അവത്തെ നിരക്കരവണ് മാത്രം പിക്കാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാ ചൊല്ല തീരാ ചൊന്നിട്ടായിട്ട് എന്നിട്ടും ഇല്ലാണ്ട് ചൊല്ലേ. അതേപോലെ കൊട്ടു, അതേപോലെ തൂസിങ്ങ, അതേപോലെ ഗർബാൽ, ഈ അരിപ്പ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സിമ്പിളായ വസ്തുവായിട്ട് അത് ഇല്ലാണ്ട് ചൊല്ലുമ്പോത്തുക അവനൊരു ഖിയാമത്ത് നാൾ വിശ്വാസമില്ലാത്തവനെ ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലി. അപ്പൊ അതിക്ക് വേണ്ടിയിട്ട് മുഫസ്സിരീങ്ങൾ ചൊന്നാറ് പ്രത്യേക ഒരു എന്താക്കണം ചൊന്നിട്ടുണ്ടെങ്കിൽ തന്റെ നിരക്കരുടെ അവനക്ക് എന്തിനാ അത്യാവശ്യമായിട്ടും തന്നിൽ കേക്കോ പണ്ടാണ് അതൊന്നും കൂടെ യാറേക്കോണോ ചൊന്നിട്ടായിട്ട് ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് മുഫസ്സിരീങ്ങൾ പഠിപ്പാട്ടു. എന്തേ കാരണം അതില്ലാണ്ട് ചൊല്ലുമ്പോൾ നങ്ങന്തരായ വയംനഊനൽ മാഊൻ ചൊല്ല ആയത്തില് നങ്ങപ്പെട്ട ഖിയാമത്ത് നാൾ വിശ്വാസം എന്നെ കൂട്ടത്തില് ഇതിലല്ലാവിനിട ചെറിയ ചെറിയ വസ്തുരെ അങ്ങ് കൊടുക്കില്ല ഇല്ലാണ്ട് ചൊന്ന് കടത്തറാറ് അങ്ങും ഖിയാമത്ത് നാൾ വിശ്വാസം ഇല്ലാത്ത അങ്ങ് ചൊന്നിട്ടായിട്ട് ഖുർആൻ ചെന്നതില് അവനും അതിൽ പെട്ടുപോവാ ഇക്കുവനായിട്ട് ഇങ്ങനത്തെ നിരക്കരുടെ കേക്കട ചെറിയ ചെറിയ വസ്തുങ്ങ അത് ഔത്തുൽ ആറൈക്കോണോ ചൊന്നിട്ടായിട്ട് ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് മുഫസ്സിരീങ്ങൾ ചൊല്ലാറ്. അതേ ആയത്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് അതേ സംഭവം ചെന്ന ഈ വിഷയം ചൊല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ കേട്ടത്. എന്നിട്ട് ആയിഷ ഉമർ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ കേട്ടിട്ട് അല്ല നബിയെ നമുക്ക് തണ്ണിയുടെ വിഷയം കൊണ്ടായിട്ട് എന്തിനെ തന്നിപ്പോ കൊടുത്തുണ്ടായ പിന്നെ കൊടുത്തുണ്ടായെങ്കിൽ ഒരു മനുഷ്യർ അത്യാവശ്യമായ ഒരു വിഷയമായിട്ട് തന്നി ചൊല്ലത് അത് പിന്നെ അവനക്ക് ഇല്ലാണ്ട് ചൊന്ന് തൊഴുതിറ അതുകൊണ്ടായിട്ട് നക്ക് തന്നി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. പിന്നെ എടുത്ത് ഫമാ ബാലുൻ നാരി വൽ മിൽഹി അല്ല നബി ഞങ്ങ ഉപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞങ്ങ പിന്നെ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മാച്ചസ് ഉണ്ടല്ലോ എല്ലാം ഉണ്ടെങ്കിൽ തീ പെട്ടി കെട്ടി ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം തിരെ ചൊന്നിട്ട് കേൾക്കുന്നത്. അപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ പറഞ്ഞു മൻ അഅ്താ നാരൻ ഫകഅന്നമാ തസദ്ദഖ ബിജമീ മാ തുബിയ ബിതിൽക നാർ. ആയിഷ പറഞ്ഞു ചൊല്ലേ ഒരാൾ മാത്തു ഒരു കഡ്ഡി മാക്സിസ് കഡ്ഡി അല്ലുണ്ടെങ്കിൽ തീപ്പെട്ടിരെ കഡ്ഡി കൊടുത്തിട്ടു അല്ലെങ്കിൽ ആ ഔത്തെ മുട്ടത്തൗത്തോണ്ട് ലൈറ്റർ സമയമില്ല അപ്പൊ ലൈറ്റർ മാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റർ ചൊന്ന് നാശായിട്ട് ഇന്നത്തെ കാലത്ത് ഒത്തിട്ടായിട്ട് എന്റെ പണ്ടത്തെ കാലത്ത് ലഭിത കാലത്തിൽ ഗ്യാസ് അടുപ്പിച്ച് ഇത് ഏത് കമ്പ്യൂട്ടർ ചെന്ന് കേൾക്കാൻ പോകണ്ട അറിയാ. അപ്പൊ ഈ തീയുടെ സംബന്ധമായിട്ടുള്ള വിഷയമായിട്ട് ചെന്ന് അപ്പ ആയിഷ പറഞ്ഞു ഈ കൊമ്പോയെ തീ കൊണ്ടിട്ടു ഇങ്ങ എന്തെല്ലാം ബേപ്പാട്ടി തിന്നിടാറാ
എത്രയെല്ലാം ബേപ്പായിട്ട് തിന്നിടാറാ ಎಲ್ಲತ್ತು ಕೂಲಿ ಅಲ್ಲಾಹ್ ನಿಕ್ಕ ದಂಡಾಶ ಒಂದಿಟ್ಟು ಇಟ್ಟಿಕ್ಕಿರಿ ಆಯಿಷ ಮರಲಿಲ್ಲ ಅಂಟಿ കൊടുക്കുരെന്തിരെ കാര്യം മാച്ചസ് കെട്ടിയായിട്ടിക്കു അതിൽ എന്തിനെല്ലാം ആക്കിയാറ് ചായക്കിന് കുടിച്ചാറ് അല്ല അങ്ങളത്തിൽ വലിയ ദാവത്തായിട്ടിക്കര് ആ ദാവത്തിനപ്പോ എല്ലാവരും ചോറ് കൊടുത്താറ് ഇതിനെല്ലാത്ത കൂലി അള്ളാഹു ഒരംശ നിക്ക് ದಂಡಾಶ ಒಂದಿಟ್ಟು ഇട്ടിക്കര് കൊടുത്ത ചെറിയൊരു വിഷയമായിട്ടിക്കര് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആയിഷ പിന്നെ കേൾക്കുകയും അപ്പൊ ഉപ്പുടെ വിഷയം എന്തിരെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒമൻ അഗത മിൽഹൻ ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ ഫീ ബിദാലികൽ മിൽഹി അതെ ഒർത്ത ഉപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉപ്പുടെ ഏതെല്ലാം കരിക്കിട്ടിട്ട് അങ്ങ് തിന്നിടാറാ എത്രയെല്ലാം കരി അതുകൊണ്ട് കരിക്ക് യൂസ് ആക്കിടാറാ എല്ലാത്തെയും കൂലി അള്ളാഹു നിക്ക് തണ്ടാ ചെന്നിട്ടായിട്ട് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആയിഷ ബീവിട്ടിക്കുന്ന സംഭവ ഇമാമിങ്ങ മുഫസ്സിരീങ്ങ അങ്ങനെ കിതാബിലു രേഖപ്പെടുത്തിപ്പിക്കാറ് അപ്പൊ ഇവിടെ ഞങ്ങളിപ്പോ സൂറത്തുൽ വാഖിയയിൽ അള്ളാഹുടെ ധാരാളമായ നിഅമത്ത് അള്ളാഹു എടുത്തു ചെന്ന ധാരാളമായ നിഅമത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നല്ലാഹു എടുത്തു ചെന്ന വസ്തുവിടെ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പായിട്ടിക്കര് മനുഷ്യരുടെ നാണ് എങ്ങനെ സൃഷ്ടിയാക്കിയാ ചെന്നിട്ടു അള്ളാഹു എടുത്തു ചെന്ന ഏണ് അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നിങ്ങ ഇങ്ങനെ പെഞ്ഞായിമാര് അല്ലെങ്കിൽ പെണ്ണിങ്ങളെ ഗർഭാശയത്തിന് നിങ്ങൾ എന്താക്കടാറ് വീര്യത്തെ നിങ്ങൾ സുരിസ്രാറും എന്നിട്ട് ആ സുരിസ്രത മാത്ര അതില് കിടാവിടെ ഉണ്ടാക്കണേ മക്കളുണ്ടാക്കണേ നിങ്ങമാ നാനാ ചൊല്ലെ ആ ഒരു വിഷയവും അള്ളാഹു നഗരട്ടി ചൊന്ന ഒന്നാമത്തേത് എന്നിട്ട് അയൽപ്പിന് അള്ളാഹു ചൊന്നെങ്കിൽ ഒരു മനുഷ്യരുടെ നിലനിൽപ്പും ഒരു മനുഷ്യായാൽ പിന്നെ ആ മനുഷ്യരുടെ നിലനിൽപ്പും അവർക്ക് എന്തെല്ലാം വേണം അയക്ക് വേണ്ടിട്ട് അള്ളാഹു ചൊന്ന എനിക്ക് കൃഷി വേണം ആ കൃഷിയുടെ വിഷയം അള്ളാഹു എടുത്തു നിങ്ങാക്കടെ കൃഷിയുടെ വിഷയം അതിൽ നിങ്ങൾ വിത്തിട്ടുണ്ടെങ്കിൽ അതിൽ മുളയ്ക്ക പുറപ്പാട്ടാറ് നിങ്ങമാ നാണ് ചൊല്ലെ വിഷയ അതും അള്ളാഹു കേട്ട എന്നിട്ട് മാത്രമല്ല മനുഷ്യക്ക് തണ്ണി വേണം ആ തണ്ണിയുടെ വിഷയം അള്ളാഹു എടുത്തു നീ കുടിക്കുന്ന തണ്ണി അത് നിങ്ങൾക്ക് അടുത്തരുത് അല്ലെങ്കിൽ നിങ്ങമാ മോടത്ത് ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണേ ചൊന്നിട്ടു അതും അള്ളാഹു നിയമത്തെടുത്തു ചൊന്ന എന്നിട്ട് അയൽപ്പിന്റെ ലാസ്റ്റ് അള്ളാഹു ചൊന്ന ഏത് ചൊന്ന ലാസ്റ്റ് ഏതൊരു ചൊന്ന അള്ളാഹു മൂന്നാ ചൊന്നല്ലേ ബാക്കി നിങ്ങൾ ചൊല്ലോ ബാക്കി ചൊന്ന അള്ളാഹു തീയുടെ നിങ്ങൾ കത്തുപാട്ട തീ ആ തീ ഉണ്ടാവിടെ ഒരു പച്ച മരത്തിലായിട്ട് ഉണ്ടാവിടെ പച്ച മരത്തില് ആ മരത്തില് തണ്ണിയുണ്ടോ തീയുണ്ടോ ഇതെല്ലാം ഇങ്ങനത്തെ മരത്തെ ഉണ്ടാക്കണവനാറ് ഇതെല്ലാം നിങ്ങമാ നാനാ ചൊന്നിട്ട് അള്ളാഹു ഒരു മനുഷ്യരെട്ടിക്ക് ധാരാളം കൊടുത്ത് നിയമത്തിനെ ചൊന്നിട്ട് അള്ളാഹു ചൊല്ലേ ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ അള്ളാഹു ചൊല്ലേ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം ഫലാ ഉഖ്സിം നാന് സത്യത്തിട്ട് ചൊല്ലെ ബിമവാഖിൻ നുജൂം ഈ ആയത്തുക്ക് ചൊമ്മ വ്യാഖ്യാനായിട്ട് ഇമാമിയെ കൊടുക്കല് അതിൽ ഒന്ന് ഏത് ചൊന്നുണ്ടെങ്കിൽ ഫലാ ഉഖ്സിമു നാന് സത്യമായിട്ട് ചൊന്നിട്ടില്ല ബിമവാഖിൻ നുജൂം നക്ഷത്രങ്ങ അസ്തമസ്ഥാനത്തെ ഇട്ടിട്ട് അസ്തമസ്ഥാനത്തെ പിടിച്ചിട്ട് ഞാൻ സത്യമായിട്ട് ചൊന്നിട്ടില്ല ചൊന്നിട്ടെങ്കിൽ ഖുർആനില് ചൊമ്മ ജാഗകൾ അള്ളാഹു എന്താക്കണ ചൊന്നിട്ടെങ്കിൽ വേറെ വേറെ ടൈപ്പിടെ സത്യമായിട്ട് അള്ളാഹു ചൊല്ല ചില ജാഗകൾ അള്ളാഹു സൂര്യയുടെ സത്യമായിട്ട് അള്ളാഹു ചൊല്ല സൂര്യയുടെ സത്യമായിട്ട് ചൊല്ല ചില ജാഗകൾ അള്ളാഹു ലുഹാത്തെ ടൈമുടെ ആ ലുഹാനിസ്കാരത്തെ ആ ടൈമുടെ സത്യമായിട്ട് ചിലപ്പോ അള്ളാഹു ചൊല്ലാം ചിലപ്പോ അള്ളാഹു ചന്ദ്രയുടെ വൽ ഖമർ ചന്ദ്രയുടെ സത്യമായിട്ട് അള്ളാഹു ചൊല്ലാം ചിലപ്പോ അള്ളാഹു ജാവുടെ വല്ലൈലി ഇദാ യഗ്ശാഹ ജാവുടെ സത്യമായിട്ട് അള്ളാഹു ചൊല്ലാം ചിലപ്പോ പോൽമന്റെ സത്യമായിട്ട് അള്ളാഹു ചൊല്ലാം എല്ലാം ഇത് പടച്ചറപ്പുടെ ഒരു ഹിക്മത്തായിട്ടിക്കരും ഇതിലെല്ലാം മനുഷ്യ തിങ്കാക്കണം ചൊന്നിട്ടായിട്ടിക്കരും അള്ളാഹു ഇങ്ങനെ ചൊല്ലെ ഇതേപോലെ ആയിട്ടിക്കരും ഊടെ അള്ളാഹു സത്യമായിട്ട് ചൊല്ലുന്നെങ്കിലും ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം നക്ഷത്രങ്ങ സ്റ്റാറിങ്ങ അതിൽ അസ്തമാനത്തെ ആ ഒരു സ്ഥാനത്തെ സത്യമായിട്ടിക്കരും അള്ളാഹു ചൊല്ലെ ഓരർത്ഥം അങ്ങനെ ആയിട്ടിക്കരും പിന്നോടർത്ഥം ചൊല്ലുന്നുണ്ടെങ്കിൽ ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം നുജൂം ചൊല്ലുന്നുണ്ടെങ്കിൽ അതിലെ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടായിട്ട് ഖുർആൻ നബി തങ്ങൾക്ക് അള്ളാഹു അവതീർണാക്കിയത് ഒരേ ടൈമിലല്ല ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു താല ഏത് കിതാബിടെ കൊടുത്തേ തൗറാത്ത് അള്ളാഹു കൊടുത്തറ ഒരിക്കലും ഒരു ഗ്രന്ഥത്തായിട്ട് കൊടുത്തേ അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു ഇഞ്ചിയിൽ കൊടുത്തറ എങ്ങനെ
ಆ ಗ್ರಂಥತೆ ಒರ್ಕಲಾಯಿಟ್ಟಿಕ್ಕರು ಅಲ್ಲಾಹು ಕೊಡ್ತಾರೆ. നഗരനബിക്ക് ഖുർആൻ അല്ലാഹു ഒരിക്കലെ കൊടുത്തിട്ടല്ല, തന്റെ 23 വർഷത്തില് അതാത് സന്ദർഭയോചിതമായിട്ടായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ട് ഈ ഖുർആൻ കൊടുത്തത്. അപ്പൊ അതായിട്ട് കേട്ടിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള ഇറങ്ങിയ ഖുർആന്റെ സത്യത്തിട്ടായിട്ട് അല്ലാഹു ചൊല്ലുണ്ട്. ഘട്ടം ഘട്ടമുള്ള ആ ഖുർആന്റെ ആയത്തിനെ സത്യത്തിട്ടായിട്ട് അല്ലാഹു ചൊല്ലുന്നത്. ഒരർത്ഥം അങ്ങനെ ആയിട്ട് പിന്നൊരർത്ഥം എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നൊരർത്ഥം മക്ബറത്തിൽ മറപ്പെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളെ സത്യത്തിട്ടായിട്ട് അല്ലാഹു ചൊല്ലുണ്ട്. അങ്ങനെ നുജൂം ചൊല്ലുന്നുണ്ടെങ്കിൽ നുജൂമിന്റെ അർത്ഥം എന്തിന് അസ്വഹാബത്തു വൽ ഉലമാ, സ്വഹാബികവും ആലിമീങ്ങ അള്ളാഹുടെ ദീന്റെ പിന്നെ അള്ളാഹുടെ ദീനെ വേണ്ടിയിട്ട് അധ്വാനിക്കരെ പണ്ഡിതന്മാർ അതായിട്ട് നുജൂം ചൊന്നിട്ടർത്ഥം. മവാഖി ചൊന്നുണ്ടെങ്കിൽ മഖാബിറുഹും ആ കിടക്കുന്ന ഖബർസ്ഥാന ആ കിടക്കുന്ന മക്ബറങ്ങ. അപ്പൊ പിന്നെ മക്ബറത്തുള്ള സ്വാലിഹീങ്ങളെയും പണ്ഡിതന്മാരെ ഖബറസത്തിട്ടായിട്ട് അള്ളാഹു ചൊല്ലിട്ടായിട്ട് ആ ഒരു വ്യാഖ്യാനവും ഈ ഒരു ആയത്തിക്ക് മഹാനായ മുഫസ്സിരിങ്ങ കൊടുക്കാറ്. മവാഖിൻ നുജൂം ചൊന്നുണ്ടെങ്കിൽ മക്ബറത്തിൽ കിടക്കുന്ന അമ്പിയാക്കന്മാരെ സ്വാലിഹീങ്ങളെ സത്യത്തിട്ടായിട്ട് ഒരു വിഷയം അള്ളാഹു ചൊല്ലിട്ടായിട്ട് അതൊക്കെ ഒരു പവർ ഉണ്ടല്ലേ. അത് കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ ഇത് നോക്കി കൊണ്ടോടും ഈ അമ്പിയാക്കന്മാരെ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ മക്ബറത്തിൽ ഒരു പവർ ഉണ്ട്. സാധാരണ ആൾമാർ ചൊല്ലും പോലെ എന്തോ അല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മിഅ്റാജിക്ക് പോയ ടൈമിലും ഇസ്രാവും മിഅ്റാജും നടന്നില്ല. അതെപ്പോ നടന്നത്? അതിപ്പോ റജബ് 27 റജബ് 27 ഇസ്രാവും മിഅ്റാജും നടന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു എന്താക്കിയ രാത്രിയുടെ ഒരു പ്രയാണാക്കിയ അല്ലെ. മക്കത്തെ ബൈത്തുൽ മുഖദ്ദസ് നബി തങ്ങൾ പോയിട്ട് ഔട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുടെ ഇട്ടിക്ക് പലക്കെ വരിക പോണ്ടേ. അപ്പൊ ഈ മക്കത്തെ ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ കുട്ടിയുള്ള കാരണം എന്തേ? ಅದಕ್ಕೆ മുഫസ്സിരിങ്ങ ചൊമ്മ കാരണം ചൊല്ലാറ്. ഒരു കാരണം അതില് അവിടെ മഖറുൽ അംബിയായി വസ്വാലിഹീൻ മഖറുൽ അംബിയാ അവിടെ ധാരാളം അംബിയാക്കന്മാർ സ്വാലിഹീങ്ങ കിടന്ന ജാഗയായിട്ട് ബൈത്തുൽ മുഖദ്ദസ് ചൊല്ലുന്നത്. സ്വാലിഹീങ്ങ കിടന്ന ജാഗ അംബിയാക്കന്മാർ കിടന്ന ജാഗ ചൊന്നിട്ടായിട്ട് മഹാനായ ഇമാം റാസി പോലെയുള്ള ആൾമാർ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കി പഠിപ്പാട്ട്. അതേപോലെ വേറൊരു തഫ്സീറും ചൊല്ലാനെന്തിനെ ചൊന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല അവിടെ വാതാവരണം നല്ലൊരു വാതാവരണമായിട്ട് അതുക്കും മേനായിട്ടും ചൊന്നിട്ടും ചൊല്ലാറ്. അതേ സന്ദർഭത്തില് വെറും ആ ഒരു നല്ല ക്ലൈമറ്റ് കാട്ടുകൊണ്ട് വേണ്ടിയിട്ട അല്ലെങ്കിൽ അവിടെ നല്ല പച്ച പിടിച്ച് സസ്യങ്ങളെ കാട്ടുകൊണ്ട് വേണ്ടിയിട്ട് അതിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റിയ പോണു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പിയാക്കന്മാരെ മക്ബറം കൊണ്ടു അമ്പിയാക്കന്മാർ ധാരാളം അമ്പിയാക്കന്മാർ ബൈത്തുൽ മുഖദ്ദസ് ചുറ്റുമുഖത്തിൽ കിടന്നറാറ്. ಅದಕ್ಕೆ ಆ ಒಂದು ಸಂದರ್ಶನಕ್ಕೆ ಬೇನಿಟ್ಟು ಅಲ್ಲಾಹು ಬೈತುಲ್ ಮುಖದ್ದಸ್ಗೆ ಸುಬ್ಹಾನಲ್ಲದಿ ಅಸ್ರಾ ಬಿ ಅಬ್ದಿಹಿ ಲೈಲನ್ ಮಿನಲ್ ಮಸ್ಜಿದಿಲ್ ಹರಾಮಿ ಇಲಲ್ ಮಸ್ಜಿದಿಲ್ ಅಕ್ಸಾ ಅಲ್ಲದಿ ಬಾರಕ್ನಾ ಹೌಲ ಅದರ ചുറ്റുമുഖത്തുള്ള ബർക്കത്താക്കിയ ചൊന്നിട്ടായിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ ചുറ്റുമുഖത്തും അല്ലാഹു ബർക്കത്താക്കിയ ചൊന്നിട്ടായിട്ട് എങ്ങനെ ബർക്കത്താക്കിയത്? അത് സ്വാലിഹീങ്ങ അവിടെ കിടന്ന ജാഗയായിട്ട് ചൊന്നിട്ടു ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാം റാസി പോലെയുള്ള റാജി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് പഠിപ്പാട്ടാണ്. റാസിമ പോലെയുള്ള പണ്ഡിതന്മാർ ധാരാളം പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇതേ അർത്ഥം കൊടുത്തേങ്ങുള്ളാറ്. ഏതു ആവട്ടെ. അപ്പൊ അമ്പിയാക്കന്മാരെ കബർ കുറിച്ച് പിന്നെ ഒരു പവറുണ്ട് ചൊന്നിട്ടു ഇതിൽ അർത്ഥാക്കൊണ്ട് കൗട അതായിട്ട് ഇവിടെ ചൊന്നേ മവാഖിൻ നുജൂം ചൊല്ലേ അതിന് ഒരർത്ഥ ഖബർസ്ഥാനത്ത് അല്ലെങ്കിൽ മക്ബറത്തിൽ കിടക്കുന്ന സ്വാലിഹീങ്ങളായ അമ്പിയാക്കന്മാരെ സത്യത്തിട്ടായിട്ട് അല്ലാഹു ചൊല്ലേ. എന്നിട്ട് അല്ലാഹു ചൊല്ലേ വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. ആ ഒരു സത്യമായിട്ട് ചൊല്ലിയത് അതൊരു ഭയങ്കരമായ ഒരു സത്യമായിട്ട് നിങ്ങൾ മാത്ത് ഗൊന്തുള്ളുണ്ടായെങ്കിലും അത് ഭയങ്കരമായ ഒരു സത്യമായി ചൊന്നിട്ടായിട്ട് പടച്ചുറപ്പോ ഞങ്ങളിട്ടിക്ക് പഠിപ്പാട്ട്. എന്നിട്ട് അല്ലാഹു സത്യമായിട്ട് ചൊല്ല പലക്കെന്തിനെ കൊണ്ടുണ്ട ഇന്നഹു ലഖുർആനുൻ കരീം ഇന്നഹു ലഖുർആനുൻ കരീം. നിങ്ങൾ ഓതുന്ന ഖുർആൻ അത് മാന്യമായ ഖുർആനായിട്ട് ആൽമാർ ചൊല്ലും പോലെ അതൊരു കത്തുന്തോ അല്ല, അല്ലെങ്കിൽ പിന്നെ അതൊരു ജ്യോതിഷ്യന്മാരൊരു പലക്കെന്തോ അല്ല, ഇതെന്തോ അല്ല. പിന്നെ ആ ഖുർആൻ ഒരു പാട്ടല്ല. നിങ്ങൾ ചൊല്ലും പോലെ മക്കത്തെ മുശ്രിക്കീങ്ങൾ ചൊല്ലും പോലെ അതൊരു പാട്ട് അങ്ങനത്തെന്തോ അല്ല. ഇന്നഹു ലഖുർആനുൻ കരീം. ഇത് ആദരവായ മാന്യമായ ഗ്രന്ഥായിട്ട് പരിശുദ്ധ ഖുർആന് ചെന്നിട്ടു അള്ളാഹു സത്യത്തിട്ടായിട്ട് ചൊല്ലിട്ട്. അപ്പൊ ഇതെല്ലാം ഈ നക്ഷത്രങ്ങ
അല്ലെങ്കിൽ ആ അമ്പിയാ ഖബർസ്ഥാനത്തിൽ മക്ബറത്തിൽ കിടക്കുന്ന അമ്പിയാക്കന്മാരെ ശ്രദ്ധിച്ചിട്ട് അള്ളാഹു ചൊല്ലുന്നതിന് ഈ ഖുർആൻ ഇങ്ങനത്തെ ഗ്രന്ഥാശം ഒന്ന് പ്രാക്ടിക്കൽ അള്ളാഹു ചൊല്ലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഖുർആന്റെ മഹത്വം എന്തിനെ ചൊന്നിട്ട് ഇൻഷാ അല്ലാഹ് ആ ഖുർആൻ പിന്നെ അള്ളാഹു പിന്നെ ആദരണീയമായ ഗ്രന്ഥാശം ചൊന്നിട്ട് അള്ളാഹു ചൊല്ലണുള്ള കാരണം എന്തേ ഇൻഷാ അല്ലാഹ് അതിനാണ് നാളെ ചൊല്ലാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം സന്ദേശങ്ങൾ പഠിക്കൊടുക്കും. അത് കാരണത്തില് ജീവിതത്തില് അള്ളാഹു അത് കാരണത്തിൽ ഞങ്ങളെ ഈമാനിയാറാക്കി തരണക്കും. അള്ളാഹുടെ നിഅമത്തിനെ അർത്ഥാക്കൊടുക്കും. അതിന് കാരണത്തിൽ അള്ളാഹുടെ നിഅമത്തിന് ശുക്രാക്കടെ നല്ല ഖൽബുൽ മുഅ്മിനീകളെ കൊടുത്തിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.